شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിക്കുന്നത്. 4-ാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ. സദഖല്ലാഹുൽ അലിയുൽ അളീം. പരിശുദ്ധ ഖുർആൻ തർത്തീലായി ഓതുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് പരിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ചികിത്സയുടെ ഭാഗം. എത്ര ഊതിയിട്ട് മാറുന്നില്ല എന്ന പരാതിയുടെ അടിസ്ഥാനമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പാകപ്പെടണം, അപ്പോഴേ പാവനമായ വിശിഷ്ടമായ കലാം നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യുകയുള്ളൂ എന്നതാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത്. നല്ല നസൂഹായ സഹീഹായ തൗബ ചെയ്യണം. പൊരുത്തപ്പെടിക്കുക എന്നുള്ളത് അതിൽ വളരെ പ്രധാനമാണ്. ആളുകളുമായിട്ടുള്ള കടമകൾ ആണല്ലോ വലിയ വിഷയം. അപ്പോൾ നമ്മൾ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കണം. നമ്മളെക്കൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് വേദനിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, ആർക്കെങ്കിലും മുറിവേറ്റിട്ടുണ്ടോ ഞാൻ കാരണം, എന്തെങ്കിലും പറഞ്ഞത് കാരണം, ചെയ്തത് കാരണം, പെരുമാറ്റം കൊണ്ട്, ആ വേദന അവിടുന്ന് ഇങ്ങോട്ട് പൊരുത്തപ്പെട്ട് കിട്ടിയാലേ നമ്മളെ ഇവിടുത്തെ വേദന പോവുള്ളൂ. നമ്മുടെ ശരീരത്തിലുള്ള ഒരു വേദന, ഒരു അസുഖം പോകണമെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ പേരിൽ അല്ലാത്ത നമുക്ക് തന്ന ശിക്ഷയായിക്കാരം. അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ പൊരുത്തപ്പെടുപ്പിക്കണം. ആ ആൾ ആരാവട്ടെ, അത് ചിലപ്പോൾ ഭാര്യയാവാം, ചിലപ്പോൾ മക്കളാവാം, ചിലപ്പോൾ കുടുംബക്കാരാവാം, ചിലപ്പോൾ ജോലി സ്ഥലത്തുള്ളവരാവാം, ചിലപ്പോൾ നാട്ടുകാരാവാം, അയൽവാസികളാവാം, ചിലപ്പോൾ അത് ഒരു വട്ടം മാത്രം കണ്ട കൂടെ ഇരുന്ന പരിചയപ്പെട്ട ആരെങ്കിലും ആവാം. നമ്മളൊക്കെ ഫ്ലൈറ്റ് യാത്ര ചെയ്യണം, അപ്പോൾ കൂടെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ യാത്രയിൽ അയാൾക്ക് നമ്മളെ കൊണ്ട് എന്തോ ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, അങ്ങനെ അയാളത് പൊരുത്തപ്പെടാതെ അവിടെ കിടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പോൾ ഉറങ്ങണ ആൾക്കാരുണ്ടാവും യാത്രയിൽ, ഉറങ്ങിയിട്ട് മറിഞ്ഞ് ഈ അടുത്തിരിക്കുന്ന ആളുകളുടെ തലയിലേക്കും മുഖത്തേക്കും ശരീരത്തിലേക്കും മറിഞ്ഞാടുന്ന വീഴുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. മുമ്പിലും ബാക്കിലൊക്കെ ഉള്ളവർക്കും സൈഡിലുള്ള ആൾക്കൊക്കെ ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, അതൊക്കെ നമ്മൾ പൊരുത്തപ്പെടിക്കണം. ചിലപ്പോൾ ഒരൊറ്റവട്ടം നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. അത് ആ ഒരു വിഷമം അയാൾ മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടു. അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. പരമാവധി അല്ല, ശ്രമിച്ചേ പറ്റൂ. അങ്ങനെ ചില ആളുകൾ പറയില്ല, ഒരുപാട് കാലമായി കൈമുട്ട വേദനയാണ്, കാല് വേദനയാണ്, പുറം വേദനയാണ്, അരവേദന, ഒന്നും മാറണില്ല. അങ്ങനെ ഈ മാറാത്ത വേദനകളും അസുഖങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്, നോക്കേണ്ടത് ഈ ഒരു വിഷയമാണ്. നമ്മൾ കാരണം ആരെങ്കിലും വേദനിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? ആരെങ്കിലും ഈ ഭൂമിയിൽ നമ്മൾ കാരണം വേദനിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കുക. എത്രയോ സംഭവങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളുടെ ഒരു വാക്ക് കാരണം വേദനിച്ച ആളുകൾ, അന്യായമായി മറ്റാരുടെയെങ്കിലും പറമ്പോ സ്വത്തോ മറ്റെന്തെങ്കിലും തട്ടിയെടുക്കപ്പെട്ട ആളുകൾ, അങ്ങനെ ഉണ്ടാവുമല്ലോ. ആരെങ്കിലുമൊക്കെ നമ്മൾ വേറെ ആരും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാശെന്താണ് പോയാലും വേണ്ടില്ല, മറ്റൊരാളെ ഒരു തരി പോലും നമുക്ക് വേണ്ട. അങ്ങനെ ആയിരിക്കണം നമ്മുടെ നിലപാട്. വഴി കൊടുക്കാത്തത് കാരണം വാഹനം കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകൾ ഇയാളെങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? വീട് നിർമ്മാണത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾ, എൻ്റെ ഒരു നിലപാട് കാരണം വീടുണ്ടാക്കാൻ പ്രയാസപ്പെടുന്നവർ, എൻ്റെ ഒരു പിടിവാശി കാരണം വഴി കിട്ടാത്ത ആളുകൾ, എൻ്റെ ഒരു പിടിവാശി കാരണം വണ്ടി കൊണ്ടുപോകുമ്പോൾ വളവിലൊക്കെ തിരിഞ്ഞു കിട്ടാത്ത പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇങ്ങനെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നു. നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടക്കുന്ന ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നിട്ട് അവർ ഓരോ സമയത്തും ഇങ്ങനെ ആ ചങ്ങായിക്ക് കുറച്ച് വീതിയിൽ കൂട്ടിക്കൂടായിരുന്നല്ലോ, കുറച്ച് സ്ഥലം വിട്ടുവന്നുകൂടായിരുന്നല്ലോ, എന്തിനാണ് എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കണം, എന്തിനാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെ അവർ തോന്നി നമുക്കെതിരെ ശാപവാക്കുകളും പ്രാർത്ഥനകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മളെ വേദന മാറൂല. ഇതൊക്കെയാണ് നമ്മൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. നമ്മൾ ആരുടെയെങ്കിലും കല്യാണാലോചനകൾ കാരണമില്ലാതെ മുടക്കി പുരനിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ അപ്പുറോ ഇപ്പുറോ വീട്ടിലോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക.
അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കുടുംബജീവിതത്തിലെ ചേർച്ചക്കുറവിൻ്റെ പ്രശ്നങ്ങൾ. നമ്മുടെ മക്കളെ കെട്ടിച്ചയച്ചെടുത്ത സുഖമില്ല, നമ്മുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന ഭാര്യയുമായുള്ള ബന്ധങ്ങൾ ശരിയില്ല, നമ്മുടെ മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് അവരുടെ ബന്ധത്തിൽ ഉലച്ചിലുണ്ട്. നമ്മൾ അന്വേഷിക്കേണ്ടത് ഇത്തരം ഏതെങ്കിലും വിഷയങ്ങൾ ഞാൻ ഇടപെട്ടിട്ട് എന്നെ കൊണ്ടാരെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടോ എന്നതാണ്. പൊരുത്തപ്പെടിപ്പിക്കണം. വേസ്റ്റ് അപ്പുറത്തെ വീട്ടിലേക്ക് ഇട്ടത് അവരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം. അയൽവാസികളെ ശല്യപ്പെടുത്തിയത് ഗീബത്തും നമീമത്തും ട്രോളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്നത് പൊരുത്തപ്പെടിപ്പിക്കണം. അത് പറയണ വേണ്ടേ, അതന്നെ എന്ന് സംഗതി ആകാതെ ഉള്ളൂ എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനൊക്കെ ആയി ശരിയായി തൗബ ചെയ്ത് ക്ലിയറായി മടങ്ങിയാൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സിച്ചാൽ യേശുവും ഉറപ്പാണ്. ഖുർആൻ ഷിഫയാണ്. ഈ ഷിഫ എന്ന് പറഞ്ഞാൽ അതൊരു റഹ്മത്തല്ലേ, അല്ലേ? ഷിഫ എന്ന് പറഞ്ഞിടത്ത് പരിശുദ്ധ ഖുർആൻ നമ്മൾ നേരത്തെ ഓതി കഴിഞ്ഞ ക്ലാസ്സിൽ ഓതി വെച്ച ആയത്തിൽ റഹ്മത്തൊന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എന്താ പിന്നെ മാഹുവ ഷിഫ റഹ്മത്തുൻ സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ ആയത്തിൽ ഷിഫയിനോട് റഹ്മത്ത് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അത് പറഞ്ഞത്? നമുക്കൊരു അസുഖം മാറിക്കിട്ടുക എന്നുള്ളത് കാരുണ്യമാണ്, അല്ലേ? അത് റഹ്മത്താണ്. നമ്മളും റഹ്മത്തും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നോട് ആലോചിക്കാനാണ് അങ്ങനെ ചേർത്ത് പറഞ്ഞത്. ഷിഫ റഹ്മത്താണ്. ആ റഹ്മത്താണ് അള്ളാഹു നമുക്ക് തരുന്നത്. പക്ഷേ ആ റഹ്മത്ത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? മറ്റുള്ള ആളുകളോട് നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? കരുണമയമാണോ? കരുണയുണ്ടോ? കാരുണ്യമുണ്ടോ? റഹ്മത്തുണ്ടോ? മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കാറുണ്ടോ? എത്ര പേരോട് നമ്മൾ കാരുണ്യമില്ലായ്മ കാണിച്ചിട്ടുണ്ട്? എത്ര പേരെ നമ്മൾ അവഗണിച്ചിട്ടുണ്ട്? നമ്മളെക്കൊണ്ട് മാത്രം രക്ഷപ്പെടുമായിരുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നിട്ടില്ലേ? അഗതികളായ ആളുകൾ, പാവപ്പെട്ടവരായ ആളുകൾ നമ്മുടെ മുന്നിൽ വന്ന് പറഞ്ഞാൽ പോലും, മെസ്സേജുകളായി നമ്മുടെ മൊബൈലുകളിൽ വന്നാൽ പോലും അതൊന്ന് കേൾക്കാനോ വായിക്കാനോ, നല്ല വാക്ക് പറഞ്ഞെങ്കിലും വന്ന ആളുകളെ മടക്കി അയക്കാനോ നമുക്ക് പലപ്പോഴും മടിയാണ്. റഹ്മത്തിനോടുള്ള നമ്മുടെ നിലപാടെന്താണെന്നാണ് അള്ളാഹു തആല നോക്കുന്നത്. സ്വന്തം കൂടപ്പുറപ്പുകൾ, കുടുംബക്കാർ വിഷമിക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കുകയാണ്, നമ്മൾ ആഘോഷങ്ങളിലാണ്, നമ്മുടെ പൈസ ഇങ്ങനെ ദൂർത്തടിച്ചിട്ട് പൊടിപൊടിക്കുകയാണ്. മറ്റുള്ള തൊട്ടടുത്ത കുടുംബക്കാരൻ, വേണ്ടപ്പെട്ട ആൾ ചികിത്സയ്ക്ക് പണമില്ലാതെ, നിത്യവൃത്തിക്ക് വഴിയില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്താണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മളാണ് അള്ളാഹുവിൻ്റെ കലാം വെച്ചിട്ട് ഷിഫയും റഹ്മത്തുമായ പരിശുദ്ധ ഖുർആൻ വെച്ചിട്ട് നമ്മൾ ഷിഫ തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നോട് കരുണ കാണിക്കണേ എന്ന് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്നൊക്കെ നമ്മൾ പറയും. യാ അർഹമർ റഹീമീൻ എന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ആരോടാണ് നമ്മൾ റഹ്മത്ത്, പിന്നെ എന്താണ് പറയുക, റഹ്മത്തുമായുള്ള സമീപനം എങ്ങനെയാണ് നമ്മുടേത്? എത്ര ആളുകളെ നമ്മൾ തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്, എത്ര ആളുകൾക്ക് നമ്മൾ പാര വെച്ചിട്ടുണ്ട്, എത്ര ആളുകളെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നമ്മളുടെ വാക്കുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ ചിലപ്പോൾ ആൾക്ക് കഴിയും, പക്ഷേ അത്ര ആളുകൾ നമ്മൾ തിരിഞ്ഞു നോക്കാതിരുന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾ, ഗവൺമെൻറ് സർവീസിലും അല്ലാതെയുമുള്ള ആളുകൾ, സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ള ആളുകൾ, വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ചില പ്രത്യേക കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാതെ ഇട്ട് വട്ടം കറക്കിയ ആളുകൾ, ദിവസങ്ങളോളം ആഴ്ചകളോളം നടത്തിയ ആളുകൾ, നിങ്ങൾ നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, എന്താണ് റഹ്മത്തിനെ കുറിച്ച് പറയാൻ നമുക്ക് യോഗ്യതയുള്ളത്? നമ്മുടെ കൗമിൽപ്പെട്ട മുസ്ലിം പേരുള്ള ആളുകൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പിന്നെ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നിട്ടാണ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മൾ ചികിത്സിക്കേണ്ടത്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ഞാൻ തരാമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോടും കരുണ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. എല്ലാവർക്കും അറിയുന്ന, കാണാതെ അറിയുന്ന ഒരു ഹദീസാണല്ലേ. കരുണ ചെയ്യുന്ന ആളുകൾ റഹ്മാനായ റബ്ബ് അവരോട് കരുണ കാണിക്കും. എന്നിട്ട് പറയണ യർഹമു മൻ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, എന്നാൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അയൽവക്കം ഒന്ന് ശ്രദ്ധിക്കണം നീ കേട്ടോ, അവിടെ മിസ്കീന്മാരുണ്ട് കേട്ടോ, യതീമക്കളുണ്ട് നിൻ്റെ നാട്ടിൽ, നിൻ്റെ കയ്യിലാണിപ്പോൾ ഞാൻ തന്ന പൈസയുള്ളത്, പക്ഷേ അവരും അതിൻ്റെ അവകാശികളാണ്. മനസ്സിലായ നിങ്ങൾക്ക്? അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, നീ നിൻ്റെ അയൽവക്കം ശ്രദ്ധിക്കണം, കുടുംബക്കാരെ ശ്രദ്ധിക്കണം, നാട്ടുകാരെ ശ്രദ്ധിക്കണം, അതിൽ അഗതികളുണ്ട്, മിസ്കീന്മാരുണ്ട്, യതീമുകളുണ്ട്. ഇപ്പം ഞാൻ തന്ന പൈസയില്ല, അത് നിൻ്റെ കയ്യിലാട്ടോ, പക്ഷെ ആ പൈസക്ക് അവരും കൂടെ അവകാശികളാണ്. അത് ഇപ്പം ഞാൻ നിൻ്റെ കയ്യിൽ തന്നു എന്നുള്ളൂ, നിൻ്റെ നിലപാടെന്താ നോക്കാൻ. അതുപോലെ ഇപ്പം നിനക്ക് ആരോഗ്യമുണ്ട്, ആരോഗ്യമില്ലാത്ത അവശരായ ആളുകൾ, രോഗബാധിതരായ ആളുകൾ അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ട്, നീ അവരെ സഹായിക്കണം.
നിൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ കാശ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിനക്കിപ്പോൾ ഞാൻ ആരോഗ്യം തന്നിട്ടുണ്ട്, ആ ആരോഗ്യം അവർക്ക് കൂടെ ഉണ്ടാവേണ്ടതാണ്, നീ അവരെ സഹായിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ അടിമുടി മാറേണ്ടിയിരിക്കുന്നു. അസുഖമുണ്ടാകുന്ന അവസ്ഥ അത് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഉപയോഗിക്കണം എന്നാണ് നമ്മുടെ ഉലമാ പറയാറ്. നമ്മുടെ വീഴ്ചകളെപ്പറ്റി പഠിക്കാനുള്ള അവസരമായി നമ്മുടെ അസുഖങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നമ്മൾ മാറ്റണം. എന്ന് പറഞ്ഞാൽ നമുക്കൊരു മുസീബത്ത് വന്നാൽ, നമുക്കൊരു പ്രയാസം വന്നാൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, പഠിച്ചവനെ ഞാനിപ്പോൾ എന്തോ ഒരു ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ആരെയും ഇടങ്ങാറാക്കിയിട്ടുണ്ടല്ലോ, എന്തോ ഒരു വീഴ്ച എൻ്റെ അടുത്ത് പറ്റിയിട്ടുണ്ട്, എന്താ അപ്പോൾ അത് ആലോചിച്ചിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അതിൽ നിന്ന് കരകയറി ശുദ്ധിയാവാൻ വേണ്ടി ശ്രമിക്കണം. മറ്റുള്ളവരോട് കാണിച്ച അവഗണനകൾ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മൾ നിഷേധിച്ചത്, അത് മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരല്ല, സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ മക്കളോടും ഭാര്യമാരോടും വരപ്പെട്ടു. അതിൻ്റെ പെണ്ണുങ്ങളല്ല കുട്ടികളെന്ന് പറയുന്ന കാര്യമില്ല, അവരോട് മാനം ചെയ്യാൻ പാടില്ല. നമ്മളെ കൊണ്ട് മറ്റുള്ള ആളുകൾ സന്തോഷിക്കട്ടെ. ഇല്ല, ഇനിയിപ്പോൾ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവങ്ങളില്ലാതിരിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്കും ഒരു സ്വസ്ഥത ഉണ്ടാവും, അവർക്കും റാഹത്തായിരിക്കും, നമ്മുടെ രോഗങ്ങളും ശിഫയാവും, നമ്മുടെ പ്രയാസങ്ങളും നീങ്ങും. സുബ്ഹാനല്ലാഹ്, എന്തൊരു റാഹത്തുള്ള അവസ്ഥയായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളാണ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുമ്പോൾ. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആൻ അർത്ഥം പറഞ്ഞ് ആലോചിച്ച് ഓതി വരുന്നതിൻ്റെ ഒരു രീതിയും അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അല്ല, ഒരു അക്ഷരം റബ്ബിൻ്റെ കലാമിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ ഒരു നന്മ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂട്ടൺ 10 എന്ന് നമുക്കറിയാം. അലിഫ് ലാം മീം എന്നത് ഒരക്ഷരമാണെന്ന് നമ്മൾ പറയുന്നില്ല എന്ന് ഹദീസിലുണ്ട്. നമ്മളത് മുമ്പ് ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു അല്ലേ. ഈ 1ന് 10 എന്ന് പറഞ്ഞത് എപ്പോഴാണ് ആ കൂലി എന്നറിയാം നമുക്ക്? എപ്പോൾ എങ്ങനെ ഓതിയാലും 10 എന്നല്ല, വ്യത്യാസമുണ്ട്. ഒളു ഇല്ലാതെ ഓതുമ്പോഴാണ് 1ന് 10 എന്ന് കിട്ടുന്നത്. ഒളു ഇല്ലാതെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോഴാണ് 1ന് 10 എന്ന കണക്ക് വെച്ച് പ്രതിഫലം ലഭിക്കുന്നത് എന്ന് ഉലമാ പറയുന്നു. അതേസമയം നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്, എന്തൊരു ഒളു കൊണ്ടാവുമല്ലോ നിസ്കാരത്തിലല്ലേ, നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിലുള്ള ഖുർആൻ പാരായണത്തിന് ഒരു ഹർഫിന് 10 അല്ല, എത്ര കിട്ടണറിയോ? ഒരു ഹർഫിന് 100 വീതം നന്മകളാണ് നൽകപ്പെടുന്നത്. അപ്പോൾ നിന്നുകൊണ്ട് നിസ്കരിച്ചിട്ട് ഓതുകയാണെങ്കിൽ 100 നന്മകളാണ് ഒരു ഹർഫിന് കിട്ടുന്നത്. ഇരുന്നു കൊണ്ട് നിസ്കരിച്ചിട്ട് ഓതുകയാണെങ്കിലോ, ഇരുന്നു കൊണ്ടുള്ള നിസ്കാരമാണ്, അതിലാണ് ഓതുന്നത്. ആ ഓത്തിന് ഓരോ ഹർഫിനും 50 വീതം നന്മയുണ്ട്. 50 വീതം നന്മയുണ്ട്. ഇനി സാധാരണ നിസ്കാരത്തിലല്ല, ഒളു ചെയ്തിട്ട് ഓതുകയാണ്. ഒളു ചെയ്തിട്ട് ഒളുവോടുകൂടി ഓതുകയാണെങ്കിൽ, നിസ്കാരത്തിലല്ല പുറത്ത് ഒളു ചെയ്തുകൊണ്ട് ഓതുകയാണെങ്കിൽ ഓരോ ഹർഫിനും 25 വീതം നന്മയുണ്ട്. ഒളു ഇല്ലാതെ ഓതുകയാണെങ്കിൽ ഒരു ഹർഫിന് 10 വീതം നന്മയുമുണ്ട്. അപ്പം എൻ്റെ ഘടന മനസ്സിലായി നിങ്ങൾക്ക്. ഒളു ഇല്ലാതെ ഓതുകയാണെങ്കിൽ 1ന് 10 എന്നത്, ഒളുവോടെ ഓതുകയാണെങ്കിൽ 1ന് 25 എന്നത്. അത് തന്നെ ഇരുന്നു കൊണ്ടുള്ള നിസ്കാരത്തിനാണെങ്കിൽ ഇരുന്നു കൊണ്ടുള്ള നിസ്കാരത്തിൽ ഓതുകയാണെങ്കിൽ 1ന് 50 എന്ന വീതം, നിന്നുകൊണ്ടുള്ള നിസ്കാരത്തിലാണെങ്കിൽ ഒരു ഹർഫിന് 100 വീതം എന്ന കണക്കിൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ് അല്ലേ. അള്ളാഹു നമുക്ക് ആ പ്രതിഫലങ്ങളൊക്കെ തരട്ടെ, ആമീൻ. ഖുർആൻ പാരായണത്തിലും അള്ളാഹുവിൻ്റെ ദിക്റുകളുമായി ഒരാൾ സമയം ചെലവഴിക്കുകയും അതുകാരണം അദ്ദേഹത്തിൻ്റെ ജീവിത ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ആവശ്യങ്ങൾ ചോദിക്കുന്നവരേക്കാൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഞാൻ അയാൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഖുർആൻ ഓതിയിട്ട് സമയമില്ലാതെ എന്നോട് ചോദിക്കാൻ സമയം കിട്ടിയില്ല, അയാളെ ദ്വാർക്കാൻ സമയം കിട്ടിയില്ല, ഖുർആൻ ഓത്തിൽ അങ്ങനെ വ്യാപൃതനാണ്, ദിക്ർ അങ്ങനെ ചെല്ലുകയാണ്, പക്ഷേ പടച്ചവനോട് ദ്വാർക്കാനും സമയം കിട്ടില്ല. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞ എന്താ പറയുക, എന്നോട് ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നതിനേക്കാളേറെ ഇയാൾക്ക് ഞാൻ കൊടുക്കും. കാരണം അയാൾക്ക് ചോദിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അയാൾ ഖുർആൻ കൊണ്ട് വ്യാപൃതനായതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അത്രയും പ്രാധാന്യമാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ നമുക്ക് പറയാം, അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.